നമസ്കാരം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്കെതിരെ ഉന്നയിച്ച വാദങ്ങൾ അടപടലം പൊളിഞ്ഞു വീഴുകയാണ്. US അധിക ചുങ്കം ചുമത്തിയതിനെ തുടർന്ന് ഇന്ത്യ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി വലിയ തോതിൽ കുറച്ചെന്നായിരുന്നു ട്രംപിന്റെ വാദം. എന്നാൽ സെന്റർ ഫോർ റിസർച്ച് ഓൺ എനർജി ആൻഡ് ക്ലീൻ എയർ പുറത്തുവിട്ട ഒക്ടോബർ മാസത്തെ കണക്കുകൾ ഈ വാദത്തെ തള്ളിക്കളയുകയാണ്. ട്രംപിന്റെ അവകാശവാദങ്ങൾ തെറ്റാണെന്ന് തെളിയിച്ചുകൊണ്ട് ഒക്ടോബറിലും റഷ്യൻ ക്രൂഡ് ഓയിലിന്റെ രണ്ടാമത്തെ വലിയ ഉപഭോക്താവായി ഇന്ത്യ തുടർന്നു. മുൻ മാസത്തേക്കാൾ ഇറക്കുമതി 11% വർദ്ധിക്കുകയും ചെയ്തു. അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾക്കിടയിലും ഇന്ത്യയുടെ ഊർജ്ജതന്ത്രം അടിയുറച്ചു നിൽക്കുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണിത്. ഒരു അമേരിക്കയുടെ മുൻപിലും അടിയറവ് വെക്കാനുള്ളതല്ല ഇന്ത്യയുടെ നയങ്ങൾ. ട്രംപിന്റെ വാദങ്ങളെല്ലാം സത്യമല്ലെന്ന് തെളിഞ്ഞിരിക്കുന്നു. 3.1 ബില്യൺ യൂറോയുടെ ഉൽപ്പന്നങ്ങളാണ് ഇന്ത്യ ഇറക്കുമതി ചെയ്തത്. ഉപരോധം നേരിടുന്ന റഷ്യയിൽ നിന്നുള്ള ഇന്ത്യയുടെ ഇറക്കുമതിയിൽ മുന്നിൽ ക്രൂഡ് ഓയിൽ തന്നെയാണ്. 81% ഇറക്കുമതി. രണ്ടാം സ്ഥാനത്ത് 11% കൽക്കരിയാണുള്ളത്. എണ്ണ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി 7%. ഈ കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതിയിൽ മുൻ മാസത്തെ അപേക്ഷിച്ച് 11% വർധനം ഉണ്ടായി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് മൊത്തം ഇറക്കുമതിയിലെ 8% വർധനയുമായി ഏറെക്കുറെ യോജിക്കുന്നതാണ്. ഇന്ത്യയുടെ മൊത്തം ഇറക്കുമതിയുടെ 2/3 ഭാഗവും സ്വകാര്യ റിഫൈനറികളുടേതായിരുന്നു. സർക്കാർ ഉടമസ്ഥതയിലുള്ള റിഫൈനറികൾ ഒക്ടോബറിൽ റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതി ഇരട്ടിയാക്കി. ഇതിനകം കരാർ ചെയ്ത ചരക്കുകളുടെ വേഗത്തിലുള്ള കയറ്റുമതിയാവാം ഈ വർധനവ് സൂചിപ്പിക്കുന്നതെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. സെപ്റ്റംബറിൽ ഇന്ത്യയുടെ റഷ്യൻ ക്രൂഡ് ഓയിൽ ഇറക്കുമതി 77%, അതായത് 2.5 ബില്യൺ യൂറോ ആയിരുന്നു. കൽക്കരിയാണെങ്കിൽ 13%, 452 ദശലക്ഷം യൂറോ. എണ്ണ ഉൽപ്പന്നങ്ങൾ 10%, 344 ദശലക്ഷം യൂറോ എന്നിങ്ങനെയായിരുന്നു മറ്റ് കണക്കുകൾ. യുക്രൈനെതിരായ റഷ്യയുടെ യുദ്ധത്തിന് വലിയ തോതിൽ പണം നൽകുന്ന റഷ്യൻ എണ്ണ കമ്പനികളായ ലൂക്കോയിൽ, റോസ്നെഫ്റ്റ് എന്നിവയ്ക്ക് മേൽ കഴിഞ്ഞ മാസം US ഉപരോധം ഏർപ്പെടുത്തി. ഈ ഉപരോധങ്ങൾ ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ഇറക്കുമതി തന്ത്രത്തെ ബാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഈ കണക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. രാജ്യത്തിനു വേണ്ടി ക്രൂഡ് ഓയിൽ ഏകദേശം 90% ഇറക്കുമതി ചെയ്യുന്ന ഇന്ത്യക്ക് സമീപഭാവിയിൽ കൂടുതൽ തടസ്സങ്ങൾ ഒരുപക്ഷെ നേരിടേണ്ടി വന്നേക്കാം. റിപ്പോർട്ട് അനുസരിച്ച് ഒക്ടോബറിൽ റഷ്യയുടെ യുറാൽസ് ക്രൂഡ് ഓയിലിന്റെ ശരാശരി വില 4% കുറഞ്ഞ് ബാരലിന് $59 ആയി. ഇത് ബാരലിന് $47.6 എന്ന പുതിയ വിലപരിധിക്ക് മുകളിലാണ്. യുക്രൈൻ അധിനിവേശത്തിന് ശേഷം 2022 മുതൽ ഇന്ത്യയിലേക്ക് ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ വിതരണം ചെയ്യുന്ന രാജ്യമായി റഷ്യ മാറി. 2022 മുതൽ ഇന്ത്യയിലേക്ക് ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ വിതരണം ചെയ്യുന്ന രാജ്യമായി റഷ്യ മാറി. പാശ്ചാത്യ ഉപരോധങ്ങളെയും G7 വിലപരിധിയെയും മറികടക്കാൻ മോസ്കോ തങ്ങളുടെ ക്രൂഡ് ഓയിലിന് വലിയ വിലക്കിഴിവുകൾ നൽകാൻ തുടങ്ങിയതാണ് ഇതിന് പിന്നിലെ കാരണം. റഷ്യയിൽ നിന്നുള്ള നേരിട്ടുള്ള ഇറക്കുമതിയിൽ കുറവ് നികത്താൻ ഇന്ത്യൻ റിഫൈനറികൾ മിഡിൽ ഈസ്റ്റ്, ബ്രസീൽ, ലാറ്റിൻ അമേരിക്ക, കാനഡ എന്നിവിടങ്ങളിൽ നിന്ന് സംഭരണം വർദ്ധിപ്പിക്കുമെന്നാണ് വിദഗ്ധർ കരുതുന്നത്. രാഷ്ട്രീയവാദങ്ങളെ നിസ്സാരമാക്കിക്കൊണ്ട് കണക്കുകളാണ് ഇവിടെ സംസാരിക്കുന്നത്. ഉപരോധങ്ങൾക്കിടയിലും റഷ്യൻ എണ്ണയുടെ രണ്ടാമത്തെ വലിയ ഉപഭോക്താവായി ഇന്ത്യ നിലകൊണ്ടത് ദേശീയ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടിയാണ്. ലൂക്കോയിൽ, റോസ്നെഫ്റ്റ് പോലുള്ള കമ്പനികൾക്ക് US ഉപരോധം ഏർപ്പെടുത്തിയപ്പോഴും കുറഞ്ഞ വിലയ്ക്ക് യുറാൽസ് ക്രൂഡ് ഓയിൽ ലഭിക്കുന്നത് ഇന്ത്യക്ക് സാമ്പത്തികമായി നേട്ടമാണ്. ഇന്ത്യ എല്ലായ്പ്പോഴും ഇന്ത്യയുടെ ദേശീയ നയങ്ങൾക്കും താല്പര്യങ്ങൾക്കും മാത്രമാണ് പ്രാധാന്യം നൽകിയിട്ടുള്ളത്. ട്രംപിന്റെ വാദങ്ങളെല്ലാം കള്ളമാണെന്ന് പൊളിഞ്ഞു കഴിഞ്ഞു. ട്രംപിന്റെ അവകാശവാദങ്ങൾ തള്ളിക്കളഞ്ഞുകൊണ്ട് ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ സ്വതന്ത്രമായ നിലപാട് ഈ കണക്കുകളിലൂടെ ലോകത്തിന് മുന്നിൽ ഒരിക്കൽ കൂടി വ്യക്തമായിരിക്കുന്നു.